മറ്റൊരു ആകാശ ദൃശ്യം കൂടി ഇപ്പോൾ ലഭിക്കുന്നു. തത്സമയ ദൃശ്യമാണ്, ഹെലികോപ്റ്ററിൽ നിന്നുള്ള ദൃശ്യമാണ്. അവിടെ പേടകം ഇപ്പോഴും അതേ നിലയിൽ തുടരുന്നു. അവിടെ റിക്കവറി ബോട്ടുകൾ എത്തിയിട്ടുണ്ട്. അതൊക്കെ അതേ നിലയിൽ തുടരുകയാണ്. പക്ഷെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുന്നത് ഈ പേടകത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ 4 പേരെ കാത്താണ്. ആ കാത്തിരിപ്പിങ്ങനെ നീളുന്നതിൻ്റെ ഒരു സുഖക്കുറവുണ്ട് എനിക്കും പ്രേക്ഷകർക്കും നമ്മൾക്ക് എല്ലാവർക്കും ഈ കാണുന്ന എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു പ്രോട്ടോകോളിന്റെ ഭാഗമായി മാത്രമേ ആദ്യ ആസ്ട്രോനോട്ട് പുറത്തേക്ക് എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യ ആളെത്തുന്നു. അതിന് പിന്നാലെ ആര് എന്നതുണ്ട്. ആദ്യ ക്രൂ മെമ്പർ, ആദ്യ ആൾ പുറത്തേക്ക് എത്തിയിരിക്കുന്നു. ഇന്റഗ്രിറ്റി എന്ന ഈ ഒറൈൻ പേടകത്തിൽ നിന്നും ആദ്യ യാത്രികൻ, അത് യാത്രികയാണോ യാത്രികനാണോ എന്നുള്ളതിൽ കൺഫർമേഷൻ വരേണ്ടതുണ്ട്. ആദ്യ ആൾ പുറത്തേക്ക് എത്തിയിരിക്കുന്ന അയാൾ ബോട്ടിലേക്ക് കയറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം. ആദ്യ ആൾ പുറത്തേക്ക് എത്തിയ ബോട്ടിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ട്. ഇതാ മറ്റുള്ള രണ്ടാമത്തെ ആളെയും കൊണ്ടുവരുന്നു. ആ ഓറഞ്ച് കളറുള്ളതാണ് ആസ്ട്രോനോട്ട്സ്. അവരെ രണ്ടാമത്തെ ആളെ ഇപ്പോൾ റിക്കവർ ചെയ്ത് ഇപ്പോൾ ആ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്, റാഫ്റ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓരോരുത്തരും പുറത്തേക്ക് എത്തുമ്പോൾ കൺട്രോൾ സെന്ററിൽ നിന്ന് വലിയ കരഘോഷം വരുന്നുണ്ട്. വലിയ ആവേശവും വലിയ ആഘോഷമാക്കി മാറ്റുന്നു ഈ മൊമെന്റിനെ എന്നുള്ളതാണ്. 2 പേർ പേടകത്തിന് പുറത്തേക്ക് എത്തി. അവർ ഇപ്പോൾ ബോട്ടിൽ ഇരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. 2 പേർ പേടകത്തിന് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. മൂന്നാമത്തെ ആളെ പിക്ക് ചെയ്യാൻ പോകുന്നു. അതിനുള്ള കാത്തിരിപ്പാണ്. 2 പേർ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. 2 പേർ കൂടി ഇനി വരാൻ ബാക്കിയുണ്ട്. അതിനുള്ള കാത്തിരിപ്പാണ്. കൃത്യമായി പരിശീലനം ലഭിച്ച എക്സ്പേർട്ടുകളാണ് ഈ റിക്കവറി ഓപ്പറേഷനിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം അവർ എത്രമേൽ എക്സ്പേർട്ടുകളാണ് എന്ന് വിളിച്ചു പറയുന്നതാണ്. കാരണം സമുദ്രത്തിലാണ് ഈ ദൗത്യം നടക്കുന്നത് എന്നുകൂടി അറിയുക. റിക്കവറി ദൗത്യം, വീണ്ടെടുക്കൽ ദൗത്യം. അസ്തമയ സമയമാണ്. അവിടെ 7:30-ക്കും 8:30-ക്കും ഇടയിലാണ് അസ്തമയം ഉണ്ടാവുക. ആ സമയമാണ് ഇപ്പോൾ അവിടെ നമുക്ക് കാണാം. റീഡ് വൈസ്മാൻ ആണ് ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് എത്തിയിരിക്കുന്ന ആസ്ട്രോനോട്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവരും എന്നാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ 4 യാത്രികരും പുറത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതൊരു ചരിത്ര നിമിഷമാണ്. ചന്ദ്രനെ ചുറ്റി മടങ്ങിയെത്തിയ 4 പേരും ഇപ്പോൾ അഭിമാന മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്, ലോകം സാക്ഷ്യം വഹിക്കുന്നത്. 5 പതിറ്റാണ്ടിന് ശേഷം ചന്ദ്രൻ അരികിലെത്തിയ ആർട്ടിമിസ് 2 സംഘം വളരെ സുരക്ഷിതമായി തന്നെ എല്ലാവരും പുറത്തിറങ്ങിയിരിക്കുന്നു. ചരിത്രം കുറിച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ ഭൂമിയിൽ തിരികെ എത്തുന്നതിൻ്റെ ആ പേടകത്തിൽ നിന്ന് താഴേക്ക് അവരെ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു. അതിന് കുറച്ച് സമയമെടുത്തു, കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വന്നു. എങ്കിൽ പോലും ആ കാത്തിരിപ്പിന് ഒരു സൗന്ദര്യമുണ്ടായിരുന്നു, ഒരു സുഖകരമായ കാത്തിരിപ്പായിരുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വെളുപ്പിനാണിത്. വെളുപ്പിന് തുടങ്ങിയതാണ്, 5 മണിക്കൊക്കെ തുടങ്ങിയതാണ് ഈ കാഴ്ച. കൃത്യം 5:37 ആ ദൗത്യം പൂർത്തിയായി എന്നുള്ളതാണ്. അതിനുശേഷം സംഘാംഗങ്ങളെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ സുരക്ഷിതമായി തന്നെ അവർ പുറത്തേക്ക് എത്തിയിരിക്കുന്നു. അവരെ അങ്ങനെ പുറത്തേക്ക് എത്തിച്ച് കടലിൽ നിന്ന് തീരത്തേക്ക് കൊണ്ടുവരുന്ന അടുത്ത നടപടിയാണ് ഇനി നടക്കേണ്ടത്. അത്രയും മനോഹരമായ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ചരിത്രം കുറിച്ച് 4 പേരും സുരക്ഷിതരായി തിരികെ ഭൂമിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ സാധാരണ പറയുക അമ്പിളിയമ്മാവ താമരക്കുമ്പിളിൽ എന്താണ്, ആ താമരക്കുമ്പിളിൽ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത്തവണത്തെ ദൗത്യം. അങ്ങനെ ആദ്യമായി ചന്ദ്രന്റെ ഭൂമിയിൽ നിന്ന് നമുക്ക് കാണാത്ത ഒരു മറുപുറമുണ്ട്. ആ മറുപുറവും ചുറ്റി ഭൂമിയിൽ നിന്ന് ഏറ്റവും അധികം ദൂരം ചന്ദ്രനിലേക്ക് യാത്ര ചെയ്ത് 4,06,774 കിലോമീറ്റർ യാത്ര ചെയ്ത് ചരിത്രം കുറിച്ച് നമ്മൾ കാണാത്ത, നമ്മൾ കേൾക്കാത്ത ചന്ദ്രോപരിതലത്തിലെ പല കാഴ്ചകളും കണ്ടാണ് ഈ 4 സംഘം ഇപ്പോൾ തിരികെ എത്തിയിരിക്കുന്നത്. പക്ഷെ തിരികെ എത്തുമ്പോൾ ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, വളരെ നേരിയ ഒരു സമയം, ഒരു ഭൂമിയുമായുള്ള ബന്ധം വിച്ഛേദിച്ച ആ സമയം നമ്മളൊക്കെ ആശങ്കയിലായിരുന്നു. പക്ഷെ ആശങ്കയൊക്കെ മറികടന്ന് ശാന്തസമുദ്രത്തിൻ്റെ ആ നീല അലകളിൽ മനോഹരമായി അവർ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തിരികെ ഭൂമിയിലേക്ക് വെൽക്കം ബാക്ക്, ഹോം കമ്മിങ് എന്നൊക്കെ പറയുമ്പോഴും മാനവരാശിക്ക് ഇനിയും എത്രയോ വർഷങ്ങൾ
കണ്ടെത്താനാകാത്ത പല കാര്യങ്ങളും കണ്ടെത്തിക്കൊണ്ടായിരിക്കാം അവർ വരുന്നത്. ഒപ്പം തന്നെ എത്ര ലക്ഷം പേരുടെ പേരുകളാണ് ആ ഒരു റൈസ് എന്ന് പറയുന്ന പാവക്കുട്ടിയുടെ ഉള്ളിൽ ആ ഒരു ചിപ്പിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ മനോഹരമായ കാഴ്ചയ്ക്ക് മനോഹരമായ പര്യവസാനം. പ്രജിൻ സി കണ്ണൻ വീണ്ടും തുടരുന്നുണ്ട് നമുക്കപ്പം. പ്രജിൻ, ഇന്ന് പ്രഭാതത്തിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു ചരിത്ര ദൗത്യം തന്നെയാണ് ഉണ്ടായത്. അതിൽ ഒരുപക്ഷെ നമ്മളും പങ്കാളികളാകുന്നു അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. ഇതിൻ്റെ ഒരു വിവരണം നമ്മൾ മലയാളികളിലേക്ക് എത്തിക്കുമ്പോൾ ഇന്ന് പ്രഭാതം മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രജിൻ്റെ അത്രയും സൗന്ദര്യത്തോടു കൂടിയുള്ള, അത്രയും ലളിതമായി, ഈ ശാസ്ത്രം എന്ന് പറയുമ്പോൾ തന്നെ അകന്നു നിന്നിരുന്ന ഒരു വിഭാഗം ആളുകൾക്കെല്ലാം തന്നെ അത്രയും പ്രിയപ്പെട്ടതായി തീരുന്ന രീതിയിൽ വിവരണം അത് വളരെ മനോഹരമായിരുന്നു. അപ്പോൾ ആ വിവരണം അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പ്രജിൻ സി കണ്ണൻ. പ്രജിൻ, ഇപ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് കൂടി കടക്കുകയാണല്ലേ? താങ്ക് യു സ്മിത ഫോർ യുവർ ഗുഡ് വേർഡ്സ് ആൻഡ് ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ എനർജി തന്നെയാണ് ഇത്തരം ദൗത്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു ജേർണലിസ്റ്റ് നിലയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ. അത് എനിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അത് അങ്ങനെ തന്നെയാണ്. ഇത്തരം ദൗത്യങ്ങൾ കാണുമ്പോൾ, അത് വിജയിക്കുന്നത് കാണുമ്പോൾ, അതിൻ്റെ ഭാഗമായി ഇത്തരം നറേഷൻസ് നടത്തുന്നത് കാണുമ്പോൾ ഒക്കെ നമുക്കൊരു പ്രത്യേക ഊർജ്ജം വരും. എന്നാൽ ഇപ്പോൾ ദൗത്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ നല്ല നല്ല ദൃശ്യങ്ങൾ വരുന്ന സമയമാണ്. ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാൻ പെട്ടെന്ന് ഇപ്പോൾ ഒരു ആകാശ കാഴ്ച കാണാം. ആ റാഫ്റ്റിംഗ് ബോട്ടിൽ ഇരിക്കുന്ന 4 പേർ, അവർ റീഡ് വൈസ്മാൻ ഉണ്ട്, വിക്ടർ ഗ്ലോവർ ഉണ്ട്, ക്രിസ്റ്റീന കുക്ക് ഉണ്ട്, ഒപ്പം തന്നെ ജെറമി ഹാൻസൺ ഉണ്ട്. 4 പേർ മനുഷ്യരാശിയുടെ പ്രതിനിധികളായി ചന്ദ്രനിലേക്ക് അടുത്തേക്ക് പോയി തിരികെ ഭൂമിയിലേക്ക് എത്തിയ 4 പേരാണ്. നേരത്തെ ക്രിസ്റ്റീന അവിടെ ഒരു പാട്ടിലൂടെ അത് പറയുണ്ടായി. ഞാൻ പറയും നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞ് തിരികെ ഭൂമിയിലേക്ക് എത്തിയ 4 പേർ എന്ന് പറയാം. അവർ ആ 4 പേർ ഇപ്പോൾ ഭൂമിയെ തൊട്ടിരിക്കുന്നു. അവർ ഇനി ചില മെഡിക്കൽ ചെക്കപ്പുകളിലേക്ക് വിധേയമാവേണ്ടിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഈ പേടകത്തിനകത്തേക്ക് കയറിപ്പോയ ഒരു മെഡിക്കൽ ഓഫീസർ അവരെ പ്രാഥമികമായി പരിശോധിച്ചിരുന്നു. അവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ റാഫ്റ്ററിലേക്ക് അവരെ മാറ്റിയത്. ഇനി ഈ റാഫ്റ്റിംഗ് ബോട്ടിൽ നിന്നാണ് ഷിപ്പിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്. അതിന് ഹെലികോപ്റ്ററിന്റെ സഹായം കൂടി തേടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നാസ അറിയിച്ചിരിക്കുന്നത്. ആ കപ്പലിൽ വെച്ചായിരിക്കും കൂടുതൽ വിദഗ്ധമായ പരിശോധനകളൊക്കെ നടത്തുക. പക്ഷേ ആർക്കും അങ്ങനെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇപ്പോഴത്തെ പ്രാഥമിക പരിശോധനയിൽ ഉണ്ടായിട്ടില്ല. അത് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം 10 ദിവസത്തെ ഒരു യാത്ര മാത്രമാണ് നടത്തിയത്. ഇത്തരം യാത്രകൾ ഇതിനോടൊപ്പം നിരവധി തവണ നടത്തിയവരാണ് ഈ 4 പേരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ ഗൗരവമേറിയ പ്രശ്നങ്ങളില്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നു. പക്ഷേ ഇവരിനി പങ്കുവെക്കാൻ പോകുന്ന ചില വിസ്മയങ്ങളുണ്ട്. അവർ കണ്ട കാഴ്ചകൾ, നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ, സ്മിത സൂചിപ്പിച്ചതുപോലെ, അവരവിടെ കണ്ട വിസ്മയകരമായ കാഴ്ചകളുണ്ട്. അത് അവർക്ക് മാത്രം പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇതുവരെ കാണാത്ത ചന്ദ്രന്റെ ഒരു വശം നേരിൽ കണ്ട അരനൂറ്റാണ്ടിന് ശേഷമുള്ള മനുഷ്യരാണ് ഇവർ 4 പേർ. അവർ ആ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ പറയും? അവരെ പകർത്തിയ ചിത്രങ്ങൾ നമ്മൾ കണ്ടു, പക്ഷേ അത് നേരിൽ കണ്ട അനുഭവം അവർ തന്നെ വിവരിക്കും. അവരുടെ ഒരു പ്രസ് കോൺഫറൻസ് നാസ നടത്തുന്നുണ്ട്. അതൊക്കെ കാണാനുള്ള ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ. ഇനി ദൗത്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ എത്രമേൽ അക്യുറേറ്റ് ആണോ അത്രമേൽ അക്യുറേറ്റ് എന്ന് പറയാം. അത് ഈ പറയുന്നത് പോലെ ഒരു 4,67,721 കിലോമീറ്റർ അകലെ നിന്നും വരുന്നൊരു വാഹനമാണെന്ന് ഓർക്കണം. പക്ഷെ അത് ഭൂമിയിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. ഘർഷണം, അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വലിയ താപനില, അത് ഉണ്ടാക്കുന്ന ആ തീഗോളമായിട്ടായിരിക്കും ഈ പേടകം ഭൂമിയിലേക്ക് പ്രവേശിക്കുക. ആ സമയത്തുണ്ടാകുന്ന ഒരു ബ്ലാക്ക് ഔട്ട് ഉണ്ട്. ഒരു 6 മിനിറ്റ് നേരം ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാകില്ല. അതിനുശേഷം വേണം ഈ പാരച്യൂട്ടുകൾ ഉപയോഗിച്ചതിന്റെ വേഗം കുറയ്ക്കാൻ. ഇതെല്ലാം തന്നെ അക്യുറേറ്റ് ആയിട്ട്, അതായത് ഒരു 10 ദിവസം മുൻപേ ഇവിടുന്ന് പോയ വാഹനമാണ്. അതെല്ലാം തന്നെ ഓരോ ഘട്ടത്തിലും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കൃത്യമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഈ മിഷന്റെ സക്സസ് ഇത്രമേൽ ഗംഭീരമാക്കുന്നത്. അങ്ങനെ അത് പറന്ന് താഴെ ഇറങ്ങുന്നു. ഇന്ത്യൻ സമയം 5:37 ശാന്തസമുദ്രത്തിൽ ഇത് തൊടുകയും ചെയ്തു. അങ്ങനെ ആ മിഷൻ കംപ്ലീറ്റ് ആവുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയായിരുന്നു ഇനി മിഷന്റെ ഒബ്ജക്റ്റീവുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ടെസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ആണെന്നാണ് ഞാൻ പറയുക. കാരണം ചന്ദ്രനിലേക്ക് ഇറങ്ങാനുള്ള ദൗത്യത്തിന് മുന്നോടിയായി നടത്തുന്ന ഒരു ദൗത്യമാണ് ആർട്ടിമിസ് 2. ഇനി ആർട്ടിമിസ് 3യും ആർട്ടിമിസ് 4ഉം ഇനി പിന്നാലെ വരുന്നുണ്ട്. ആർട്ടിമിസ് 2വിൽ ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ തന്നെയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ചന്ദ്രനെ കുറച്ച് കൂടുതൽ അടുത്തേക്ക് പോയി പരിശോധിക്കുക, മനസ്സിലാക്കുക എന്നതുകൂടിയുണ്ട്, ചിത്രങ്ങൾ പകർത്തുക എന്നതുകൂടിയുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പേടകം.
ഈ പേടകത്തിലായിരുന്നു കഴിഞ്ഞ 10 ദിവസമായി ഈ 4 പേർ കഴിഞ്ഞത് അല്ലെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ കാര്യക്ഷമത, അതിന്റെ എഫിഷ്യൻസി എത്രമാത്രമുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യുക. അതിനകത്തുള്ള ഈ ലൈഫ് സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സ്, ജീവൻ രക്ഷാ ഉപകരണങ്ങൾ, അത് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഒപ്പം ബഹിരാകാശത്ത് വെച്ച് ഇത്രയും ദൂരേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് യാത്ര പോകുന്നത്, അല്ലെങ്കിൽ അരനൂറ്റാണ്ടിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ദൂരേക്കുള്ളൊരു യാത്ര. ആ സമയത്ത് എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ പ്രവർത്തിക്കണം, CPR നൽകാൻ എങ്ങനെയാണ് സാധിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കാനും അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുമാണ് ഈ ദൗത്യത്തെ നാസയും ഈ 4 പേരും ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അവർക്കുണ്ടാകുന്ന ഓരോ ഇടത്തെയും ഓരോ സമയത്തെയും അവരുടെ വേരിയേഷൻസ്, അവരുടെ ശാരീരികമായ മാറ്റങ്ങൾ, അത് ബ്ലഡ് പ്രഷർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ടെമ്പറേച്ചർ ആയിക്കോട്ടെ, ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം വരുംകാല ദൗത്യങ്ങളിൽ അവർക്ക് വലിയ സഹായകമാവും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ചന്ദ്രനടുത്ത് പോയി പകർത്തിയ ദൃശ്യങ്ങളിലും ചിത്രങ്ങളിലും കണ്ട കാഴ്ചകൾ, അതൊക്കെ തന്നെ വരുംകാല ഗവേഷണങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.